വരുന്ന ജനുവരി 22-ാം തീയതി അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സമസ്തയെ ഭയന്നാണോ, മുസ്ലിം ലീഗിനെ ഭയന്നാണോ, ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? കാരണം കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സംഘടനകളിൽപ്പെടുന്ന നിരവധി സംഘടനകൾ, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചടങ്ങ് ഹിന്ദു ജനവിഭാഗത്തിൻ്റെ 500 വർഷത്തെ കാത്തിരിപ്പിൻ്റെ പര്യവസാനമാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് 4 വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ, മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം. ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെങ്കിലും കോൺഗ്രസിൻ്റെ ഈ അഖിലേന്ത്യാ തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ അവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ സ്വയം അടിയറവ് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യവും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിലെ ഹിന്ദു സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം ജോസഫ് മാഷയുടെ കൈവെട്ടിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം മട്ടന്നൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സമാധാനപ്രേമികളായിട്ടുള്ള ജനങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രവിച്ചത്. കാരണം ഇന്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു പ്രതി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മട്ടന്നൂരിൽ 13 വർഷം ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് എന്നെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള മൃദു സമീപനവും ഭീകരവാദികളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രഹസ്യബന്ധവും, ആ രഹസ്യബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ആവശ്യമനുസരിച്ച് ഭീകരവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ജോസഫ് മാഷയുടെക്കെതിരായിട്ടുള്ള കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയും താല്പര്യവും അതിൻ്റെ 100-ലൊരംശമെങ്കിലും ഈ പ്രതിക്കെതിരായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. നാളെ കേരളം അന്താരാഷ്ട്ര ഭീകരരുടെ മുഴുവൻ തന്നെ ഒളിത്താവളമായിട്ട് മാറാൻ ഈ സംഭവം കാരണമാകുമോ എന്ന് ഭയമാണ് കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾക്കുള്ളത്. ഇത്തരം നടപടികൾ, ഇത്തരം സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ കേരള പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ ഇടപെടൽ, അത് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഭീകരവാദികളുമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്ങാത്തവും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായവും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണവും, ആ സംരക്ഷണം ഈ സംഭവത്തിലൂടെ വ്യക്തമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്.